എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സിനിമയിലെത്താൻ കാരണക്കാരൻ താനാണെന്ന് നടനും നിർമ്മാതാവുമായ മണിമുള്ള രാജു ഒരു ബാർബർ ഷോപ്പിൽ വെച്ചാണ് ചെറുപ്പക്കാരനായ പൃഥ്വിരാജിനെ കാണുന്നത്. പണ്ട് എടുത്തുകൊണ്ട് നടന്ന കുട്ടി വളർന്നു സുന്ദരനായിരിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നന്ദനത്തിൽ അഭിനയിക്കാൻ ഒരു സുന്ദരനായ പുതുമുഖത്തെ വേണമെന്ന് രഞ്ജിത്ത് വിളിച്ചു പറയുന്നത്. മല്ലികയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ പൃഥ്വിരാജിനെ പിറ്റേന്ന് തന്നെ തള്ളിവിട്ടെന്നും ഇതിലും മികച്ച ഒരു നടനെ കിട്ടാനില്ലെന്ന് രഞ്ജിത്ത് പറഞ്ഞുവെന്ന് മണിമുള്ള രാജു ഓർത്തെടുത്തു. ഒപ്പം പഠിച്ച മല്ലികയാണ് കോവിഡ് ബാധിച്ച് അത്യാസന്ന നിലയിലായ തന്നെ മറ്റൊരു ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു വിട്ടതെന്ന് എൻ്റെ ജീവൻ രക്ഷിച്ച മല്ലികയുടെ എന്തെന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നും മണിമുള്ള രാജു പറഞ്ഞു. മല്ലിക സുകുമാരൻ സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ആഘോഷ പരിപാടികൾക്കിടയിലാണ് മണിമുള്ള രാജു സുകുമാരൻ്റെയും മല്ലികയുടെയും കുടുംബത്തോട് തനിക്കുള്ള ആത്മബന്ധത്തെ പറ്റി തുറന്നു പറഞ്ഞത്. സംവിധായകൻ രഞ്ജിത്ത് കോഴിക്കോട് നിന്ന് വിളിക്കുകയാണ്. രാജു ഒരു പുതിയ പടം തുടങ്ങുന്നുണ്ട്. അതിൽ അഭിനയിക്കാൻ നല്ലൊരു പയ്യനെ വേണം. കാണാൻ കൊള്ളാവുന്ന പയ്യനായിരിക്കണം. ആരുണ്ട്? ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വിമൻസ് കോളേജിൻ്റെ സൈഡിലുള്ള ഹെയർ കട്ടിങ് സെൻറ്ററിൽ പോയി അവിടെ വെച്ച് സുന്ദരനായ ഒരു പയ്യനെ കണ്ടു. നമ്മുടെ സുകുമാരൻ്റെ മല്ലികയുടെ മകനാണ്. ഞാൻ പണ്ട് എടുത്തുകൊണ്ട് നടന്ന പയ്യനാണ്. ഇപ്പോൾ അതിസുന്ദരനായിരിക്കുന്നു. ഓസ്ട്രേലിയയിൽ പഠിക്കുകയാണ്. ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് അങ്ങനെ നാട്ടിലേക്ക് വന്നതായിരിക്കും. രഞ്ജിത്തിനോട് ഞാൻ പറഞ്ഞു. അവരോടൊന്ന് ചോദിക്കുമോ എന്ന് രഞ്ജിത്ത് തിരിച്ചു ചോദിച്ചു. അങ്ങനെ ഞാൻ മല്ലികയെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഓക്കെയാണ്. അമ്മ പിറ്റേ ദിവസം രാവിലെ തന്നെ മകനെ തള്ളി അയച്ചു. അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞ് രഞ്ജിത്ത് തന്നെ വിളിക്കുകയാണ്. ഇതിനപ്പുറം ഒരു സെലക്ഷൻ ഇല്ല. അതാണ് നന്ദനത്തിലെ ഹീറോ പൃഥ്വിരാജ്. അന്നത്തെ ആ സ്നേഹം മല്ലികയ്ക്കുള്ളതുപോലെ പൃഥ്വിരാജിനുമുണ്ട്. എവിടെയോ എന്തോ സംഭവം വന്നപ്പോൾ പുള്ളി ഒരു ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമ എൻ്റെ അടുത്ത് സംസാരിക്കാനും ഉപദേശിക്കാനും രാജചാണ്ടല്ലാതെ വേറൊരു ആൾക്കും അവകാശമില്ലെന്ന്. ഇവർക്കെല്ലാം എന്നെ വലിയ കാര്യമാണ്. പിന്നീട് അനന്തഭദ്രം എന്ന സിനിമ 2005 എനിക്ക് പൃഥ്വിരാജിനെ വെച്ച് എടുക്കാൻ ഭാഗ്യമുണ്ട്. അത് സൂപ്പർ ഹിറ്റാണ്. അതുപോലെ തന്നെ 2015 പാവാട, ആ പടവും സൂപ്പർ ഹിറ്റാണ്. 2007 ചോട്ട മുമ്പേ എടുക്കുമ്പോൾ അമ്മയും മോനും ഒരുമിച്ച് അഭിനയിച്ചു. അന്നൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അമ്മയെ വിളിച്ചാൽ മോൻ ഫ്രീ എന്നൊരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് കോവിഡ് വന്ന് സീരിയസ് ആയ എല്ലാ പത്രങ്ങളും എഴുതി ഞാൻ തീരാൻ പോവുകയാണ്. അവസാന നാളുകൾ അടുത്തു വന്ന് ആശുപത്രിയിൽ നിന്ന് ഞാൻ വന്നപ്പോൾ എനിക്ക് ന്യൂമോണിയ പിടികൂടി. അന്ന് മല്ലിക ഇന്ദിരയെ വിളിച്ച് പറഞ്ഞു ഡോക്ടർ ജ്യോതിദേവനെ കാണിക്കണം എന്ന്. മല്ലിക ജ്യോതിദേവനെ വിളിച്ച് പറഞ്ഞു. അന്ന് ഞാൻ രക്ഷപ്പെട്ടതിന് ഒരു കാരണക്കാരി മല്ലികയാണ്. ശരിക്കും പറഞ്ഞാൽ മാലയിലെ ലോക്കറ്റിൽ മല്ലികയുടെ തല വെച്ചുകൊണ്ട് നടക്കേണ്ടവനാണ് ഞാൻ. ഈ ദിവസം ഞാൻ ഈ ജീവിതത്തിൽ എന്ന് ഓർത്തു വയ്ക്കും. കാരണം കൂടെ പഠിച്ച ഒരു കൂട്ടുകാരി സിനിമയിൽ 50 വർഷം പിന്നിടുകയാണ്. എനിക്കൊരു ജീവിതം തുറന്നു തന്നത് മല്ലികയാണ്. എനിക്ക് ആ സിനിമയിൽ ഒരു നടനായിട്ട് വരാൻ കഴിഞ്ഞു. ചാകാൻ കിടന്ന് എന്നെ തൂക്കിയെടുത്ത് നല്ല ആശുപത്രി കൊണ്ടുപോയത് ഇതുപോലെ ഇവിടെ വന്ന് നിന്ന് സംസാരിക്കാൻ വേണ്ടിയായിരിക്കും. എൻ്റെ കൂടെ അഭിനയിച്ച ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചും നിർമ്മിച്ചും ഈ ഒഴുക്കി നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഭാഗ്യവും ദൈവാധീനവും ആണ്. ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, മക്കളൊക്കെ നല്ല വാക്ക് പറയുമ്പോൾ മല്ലിക കണ്ണു തുടങ്ങിയാണ്. അതാണ് ഒരു അമ്മയുടെ സന്തോഷം. അല്ലാതെ അവർ കൊണ്ടു കൊടുക്കുന്ന ലക്ഷ്യങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുകയല്ല. അമ്മ എന്ന നിലയിൽ അവർ അന്തസ്സായി മക്കളെ വളർത്തി, അവരെ നല്ല ഒരു നിലയിൽ എത്തിച്ചു. എല്ലാ അച്ഛനും അമ്മയ്ക്കും പാഠമാണ് മല്ലിക. മല്ലികയ്ക്ക് ദീർഘായുസ് നേർന്നു. എല്ലാ കാര്യത്തിനും എന്നും കൂടെ ഉണ്ടാകും മണിമുള്ള രാജു പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊന്നും പറയാനില്ല.